എല്ലാവർക്കും വന്ദനം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അതായത് മാറ്റമില്ലെന്ന്. ഇന്നലകളിൽ ദൈവം പ്രവർത്തിച്ചു. അബ്രഹാമിൻ്റെ കാലത്തും നോഹയുടെ കാലത്തും മോശയുടെ കാലത്തും. ഇന്നും എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലെ കാര്യം. എന്നേക്കുമെന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മുടെ കാലത്തും കൂടി ചേർത്ത് മാറ്റമില്ലാത്തവൻ, പരാജയപ്പെടാത്തവൻ. ദൈവം എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്താൽ ആ പ്ലാനിനെ മാറ്റാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവപുത്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. കാരണം ഞാൻ ദൈവമകനാണ്, ഞാൻ പണിയും. ദൈവത്തിൻ്റെ അതേ അധികാരത്തിൽ പുത്രൻ വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവം എൻ്റെ സഭയെ പണിയുമെന്നല്ല, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പണിയും, പാതാള ഗോപുരം ജയിക്കില്ല. ഇതേ മൂല്യത്തിൽ, ഇതേ അധികാരത്തിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഈ പദവിയും ഈ കൃപയും തന്ന, ഈ അഭിഷേകം തന്ന, ആത്മാവിൽ ബലപ്പെടുത്തിയ കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇതുവരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയതിനായി നന്ദി. അങ്ങ് സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദി. ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊരു ജയകരമായ ജീവൻ നയിക്കണമെങ്കിൽ അങ്ങയുടെ ശക്തി, അങ്ങയുടെ ബലം വേണം. ആ രക്ഷയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഈ പാടുമ്പോൾ തന്നെ ഞങ്ങളെ അങ്ങയുടെ അഗ്നിയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഒന്ന് മൂടണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവേ, ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. മായാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ. തിരുരാജ്യ ചേരാൻ. മായാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ. തിരുരാജ്യ ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ പണിയുക പരനെ. തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ പണിയുക പരനെ. തിരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം
സന്തോഷം ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. നമ്മൾ ദൈവവചനത്തിൽ ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്ന് പഴയ നിയമത്തിലുള്ള പല വാക്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ആ ചരിത്രങ്ങളിലൂടെ നമ്മിലുള്ള ദൈവിക അധികാരത്തെ ഒന്ന് എത്തി നോക്കുകയാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്നത്. അതിന് നമ്മൾ മോശയുടെ ചരിത്രം വായിച്ചു. ദൈവത്തിൻ്റെ വായായിട്ട് അവനെ മാറ്റി, അവൻ്റെ ചേട്ടനെ അവനെ പ്രവാചകനാക്കി, അവനെ ദൈവമാക്കി. മറ്റൊരു പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. 7:1 പറയുന്നു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ഒരു രാജാവിന് ദൈവമാക്കി. അതിന് കാരണമുണ്ട്. ആ ഫറവോ ചോദിച്ചു, നിങ്ങളെ ദൈവം ആരാ? യഹോവ ആരാ? അതിനുള്ള മറുപടി, നീ ചെന്നാൽ മതി, ഞാൻ വന്നതുപോലെയാണ്. ഇതാണ് ഫറവോനെ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ ഫറവോ ചോദിച്ചു, വെല്ലുവിളിച്ചു, നിന്റെ ദൈവം ആരാ? അതിന് ദൈവം മറുപടി കൊടുത്തത് ചെങ്കടലിൻ്റെ തീരത്ത് വെച്ചാണ്. മോശെ, വടി നീട്ട്, എന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ മതി ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കുവാൻ. എൻ്റെ ശക്തി കാണിക്കാൻ ഞാൻ വരണ്ട, എന്നിൽ വിശ്വസിച്ചിറങ്ങിയ ഒരുവൻ്റെ കയ്യിലിരിക്കുന്ന ഉണക്ക വടി മതി. ഫറവോനെ, നിനക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. സമർപ്പിക്കപ്പെട്ടവൻ്റെ കയ്യിലുള്ള എന്തും വെല്ലുവിളിക്കുന്നവർക്ക് ഒരു മറുപടിയായിരിക്കും. അതാണ് ദൈവം മോശയുടെ ചരിത്രത്തിലൂടെ ഫറവോനെ, ആ കാലഘട്ടത്തിൽ ഏറ്റവും ദുഷ്ടനും അഹങ്കാരിയും സമ്പന്നനുമായ രാജാവിനെ പാഠം പഠിപ്പിച്ചത്. ഫറവോനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങിത്താന്നു. നമ്മൾ വായിക്കുന്നു, ദൈവം രഥചക്രങ്ങളുടെ ഓട്ടം കടലിൽ തെറ്റിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. മിരിയാം തപ്പെടുത്തു, നൃത്തം ചെയ്തു. ഫറവോന് ഇനി ഞങ്ങൾ അടിമയല്ല. അപ്പോൾ കർത്താവിൻ്റെ മക്കൾ അറിയണം, കർത്താവിനെ വെല്ലുവിളിക്കുന്നവരോട് കർത്താവ് മറുപടി കൊടുക്കുന്നത് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയാണ്. ദൈവമില്ല എന്ന് വിളിച്ചു കൂവുന്ന, ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവത്തോട് ദ്രോഹം ചെയ്യുന്ന ജനത്തിനോട് മറുപടി കൊടുക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച അത്ഭുതങ്ങളാണ് ഈ കാലഘട്ടത്തിലെ ഞാനും നിങ്ങളും. ദൈവത്തിന് മറുപടി കൊടുക്കാനുണ്ട്. ഈ സമൂഹത്തിൽ പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുന്ന സമൂഹത്തിന് ഒരത്ഭുത മറുപടി കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൻ്റെ മോശമാരായി, ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച വ്യക്തികളാണ് ഞാനും നിങ്ങളും. അറിയണം, അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ പഴയ നിയമത്തിലെല്ലാം ദൈവത്തിൻ്റെ വായും ദൈവത്തിൻ്റെ കൈയും ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തോടെ നിന്നത് മനുഷ്യരാണ്. പഴയ നിയമത്തിൽ ഇത്രത്തോളം ദൈവപ്രവൃത്തിയെങ്കിൽ പുതിയ നിയമം എത്ര അത്ഭുതമാണ്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ട കാലം, ബേൽശസ്സർ രാജാവ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായ പല രാജാക്കന്മാർ ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ട കാലം, ആ കാലത്ത് അതിന് മറുപടികൾ കൊടുത്തതും ദാനിയേൽ എന്ന ജ്ഞാനിയായ മനുഷ്യനാണ്. ദാനിയേൽ പ്രവചനം 5-ന്റെ 10 മുതൽ, രാജാവിൻ്റെ മഹത്വക്കളുടെയും വാക്കുഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസ്സ് ഇരിക്കട്ടെ, തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളിൽ പരവശനാകരുതേ, മുഖഭാവം മാറുകയും അരുതേ.
വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ ബേൽഷസർ എന്ന് പേര് വിളിച്ച ദാനിയേൽ ഉത്കൃഷ്ട മാനസനും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയഛേദനവും ഒക്കെ അവനിൽ കണ്ടിരിക്കാൻ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കും എന്ന് ഉണർത്തിച്ചു. നെബൂഖദ്നേസർ രാജാവിൻ്റെ മകൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥമറിയാതെ മന്ത്രവാദികളെയും ശകുനവാദികളെയും കൽദയരെല്ലാം വിളിച്ചിട്ട് അർത്ഥം പറയാൻ കഴിയാതെ വിഷാദിച്ചിരിക്കുമ്പോൾ ഇതാ രാജ്ഞി വന്നുകൊണ്ട് പറയുന്നു, അപ്പൻ്റെ കാലത്ത് വിശേഷതയുണ്ടായിരുന്ന ഒരുവൻ ഇപ്പോഴും ഇവിടെയുണ്ട്. പല രാജാക്കന്മാരുടെ കാലത്ത് ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ദൈവത്തിന് വേണ്ടി നിന്ന ദാനിയേൽ, ദൈവത്തോട് പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ച് ജീവിച്ച ദാനിയേലിനെ വിളിച്ചത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലൊരു ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. ദേവൻ. അപ്പോൾ നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയെന്ന് യേശു യോഹന്നാൻ 10 പറഞ്ഞതുപോലെ ദൈവമക്കൾക്ക് വിശേഷമായ ജ്ഞാനവും വിശേഷമായ ബുദ്ധിയും വിശേഷമായ പ്രകാശവും, അതാണ് നമ്മൾ വായിച്ചത്. അതായത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. രാജാവേ, അങ്ങയുടെ രാജ്യത്ത് ഒരു മനുഷ്യനുണ്ട്, വിശുദ്ധ ദേവന്മാരുടെ മക്കളുടെ ആത്മാവുള്ളവൻ. അതുകൊണ്ടാണ് പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്ന് വചനം പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ പ്രത്യേകത പുത്രൻ്റെ ആത്മാവാണ്. പുത്രൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. അതുകൊണ്ട് അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ, സ്വപുത്രൻ്റെ ആത്മാവ്. ദാനിയേലിന് ഈ ആത്മാവിനെ ലഭിച്ചപ്പോൾ അബ്ബ, പിതാവേ എന്നവൻ വിളിച്ചില്ല. അവൻ ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനാണ്. അവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. പ്രാർത്ഥനാവീരനായിരുന്നു. ദൈവത്തിൻ്റെ വിശേഷമായ കൃപകളുണ്ടായിരുന്നു. ദൈവം പറയുന്നു, എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരും. ആയിരക്കണക്കിന് 10,000 യഹൂദന്മാരിൽ ഇവന് ദൈവത്തോടടുത്തു, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടു. മേശക്, ശദ്രക്, അബേദ്നെഗോ ദൈവത്തോടടുത്തു, അവർ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം പറയുന്നു, എന്നോട് ആരടുത്ത് വരും, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. എന്നെ കൈക്കൊണ്ട് എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവമക്കളാകും. അതിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ വെക്കുന്ന ചുവടിനാണ് പ്രാധാന്യം. ദൈവം രണ്ടാമതാണ് ചുവട് വെക്കുന്നത്. ദൈവം വചനം തന്നു, നമുക്ക് വിശ്വസിക്കാനുള്ള വിശ്വാസവും തന്നിട്ടുണ്ട്. വിശ്വസിച്ച് മുന്നോട്ട് വരുമെങ്കിൽ ദൈവം നമ്മുടെ അടുക്കലേക്ക് വരും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് കഴിയുന്നതെല്ലാം ദൈവം ചെയ്യും. അങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതമായി മാറും. ദാനിയേലിനെ കുറിച്ച് പറയുന്നു, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. അതിൻ്റെ അർത്ഥം ഒരു ദേവനെ പോലെയാണ് അവൻ സംസാരിക്കുന്നത്. ഈ രാജ്യത്തുണ്ട്. രാജാവേ, രാജാവിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്തും അവനായിരുന്നു ഏറ്റവും ഉത്കൃഷ്ട മാനസൻ. അവനെപ്പോലെ വേറെ ആരുമില്ല. കാരണം അവൻ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനാണ്. 2, അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനവും പോലൊരു ജ്ഞാനം അവനിൽ കണ്ടിരുന്നു. പ്രകാശം, ബുദ്ധി. ബുദ്ധിയിൽ മുൻപിലാണ്, തേജസ്സിൽ മുന്നിലാണ്, ജ്ഞാനത്തിൽ മുൻപിലാണ്.
ഈ ദിവസങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ, ഈ സത്യങ്ങൾ അറിയണം. രാജാവിൻ്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ അശുദ്ധമാക്കില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ച് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന ദാനിയേൽമാർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് ആമേൻ പ്രകാശം, ബുദ്ധി, ദേവന്മാരുടെ ജ്ഞാനം, ആർക്കുമില്ലാത്ത അറിവ്, എല്ലാ കാര്യത്തിലും മികവുള്ളവരായി മാറും. ഒന്നിനും കുറവ് വരില്ല. ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം നീ ചെയ്യും, ആരും പറയാത്ത കാര്യം നീ പറയും. ദാനിയേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ദേവന്റെ ആത്മാവ്, അതായത് ഒരു ദൈവ പൈതലിൻ്റെ മേലുള്ള അഭിഷേകം വിശേഷമാണ്. ദേവൻ, അതായത് നമ്മൾ ആരാണ്? ദൈവ മക്കൾ. ദൈവത്തിൻ്റെ മകനെയാണ് ദേവൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് 82-ാം സങ്കീർത്തനം എടുത്ത് വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സങ്കീർത്തനത്തിൽ പറയുന്നത് അതാണ്. എന്താണ്? ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ വിധിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് നിങ്ങളൊക്കെ അത്യുന്നതൻ്റെ പുത്രന്മാർ എന്ന് ഞാൻ പറഞ്ഞു എന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദേവൻ. അപ്പോൾ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലെ ഒരു ദൈവ പൈതലിൻ്റെ കാലംശം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായി തീർന്ന, എന്നേക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന നിങ്ങളെക്കാൾ 1000 മടങ്ങ് താഴെയായിരുന്നു ദാനിയേൽ. എന്നിട്ടും ആ കാലഘട്ടത്തിൽ വലിയ രാജാക്കന്മാരുടെ കാലത്ത് ശുഭപ്പെട്ടിരുന്നു. അതായത് നാം നമ്മുടെ കഴിവിൻ്റെ 1001 പോലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ഇപ്പം ഈ മൊബൈൽ ആപ്പിളിൻ്റെ മൊബൈലാണ്. ഇതിൻ്റെ പ്രാപ്തിയുടെ 1001 ഞാൻ ഉപയോഗിക്കുന്നില്ല. ആരെങ്കിലും വിളിക്കും, ഞാനൊരു ബട്ടൺ അമർത്തും. ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം, ഞാൻ നോക്കും, ഒരു മെസ്സേജ് അയക്കും. ഇനി എന്തെങ്കിലും മെസ്സേജ് വന്നോ, വാട്സാപ്പിനകത്ത് നോക്കും. ഫേസ്ബുക്ക് ഒന്നും ഞാൻ തുറക്കാറില്ല. ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. എന്നാൽ എല്ലാറ്റിലും എൻ്റെ പരിപാടിയും പ്രോഗ്രാമുണ്ട്. ഫേസ്ബുക്കിൽ 6000 7000 ഫോളോവേഴ്സോ എന്തൊക്കെയോ എനിക്കറിയില്ല ഉണ്ടെന്ന് പറയുന്നു. അവരൊക്കെ എന്നോട് പറയും ഞങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനല്ല, അതിൻ്റെ പുറകിൽ വേറെ ആരൊക്കെയാണ്. എന്നാൽ ഞാൻ തുടങ്ങി വെച്ചതാണ്. എന്നാൽ സമയം ഇത്രയും പേരെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഇതൊന്നും നോക്കാറില്ല. എന്നാൽ ഒരു സത്യം അറിയാമോ? ഈ മൊബൈലിൻ്റെ സംവിധാനം ലോകത്തെ മുഴുവനും തൊടാനുള്ള സംവിധാനം. എനിക്ക് ഈ മൊബൈൽ ഉപയോഗിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ ചെയ്യാം. ഈ മൊബൈൽ ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും വലിയ സ്റ്റഡികൾ നടത്താം. ഈ മൊബൈൽ ഉപയോഗിച്ച് ഭൂമിയിലുള്ള സകല ജ്ഞാനവും, ശലോമോൻ ആകാശത്തിൻ്റെ കീഴേ ഉള്ളത് മുഴുവൻ പഠിക്കാൻ പുള്ളിക്കാരൻ കുതിരപ്പുറത്ത് കുറേ അലഞ്ഞു തിരിഞ്ഞതാണ്. എനിക്കെങ്ങും പോകണ്ട, നിങ്ങൾക്കെങ്ങും പോകണ്ട, ഈ മൊബൈൽ മതി. എന്നാൽ ഈ മൊബൈലിൻ്റെ 1000 പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവമക്കൾ എന്ന വലിയ പദവിയുടെ 10,000 പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ നമ്മേക്കാൾ ഗ്രേഡ് കുറഞ്ഞ പഴയ നിയമത്തിലെ ഒരു സാധാരണ മനുഷ്യൻ, ഒരടിമയായിരുന്ന ബാലൻ, അവനെടുത്ത തീരുമാനത്തിൽ ദൈവം അവനെ നിറച്ചത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവാണ്. അവൻ ശുഭപ്പെട്ടിരുന്നു. അവനെ പിടിച്ചു ആ ഒരു സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു. സിംഹം ഒന്നും അവനെ തൊട്ടില്ല, അതും അവന് നന്മയായി. സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് ആരും അവനെ കയറ്റിയില്ല. ദാനിയേലേ പുറത്തു വാ. തള്ളിയിടാനും തീയിലേക്ക് എറിയാനും സിംഹക്കൂട്ടിൽ ഇടുവാനും ഒത്തിരി പേരുണ്ട്. അതിൽ നിന്ന് കയറ്റാൻ ആർക്കും കഴിയില്ല. സ്വയം കയറി വരുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് മേശക്, ശദ്രക്, അബേദ്നെഗോവിനോട് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, കയറി വാ, ദൈവത്തിൻ്റെ ദാസന്മാരെ കയറി വാ. എറിഞ്ഞത് വരാണ്. അവരെ പിടിച്ചു കൊണ്ടുവാന്ന് പറയാൻ ആർക്കും കഴിയില്ല.
തീയിലേക്ക് അടുത്താൽ അവർ ചാരമാകും. എന്നാൽ ഇവർ ചാരമാകില്ല. ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് അവരെ രാജാവ് വിശേഷിപ്പിച്ചു. രാജാവ് ഭൂമിയിലുള്ള സകലർക്കും കത്തെഴുതി, ഇവരുടെ ദൈവം പോലെ സ്നേഹിക്കുന്ന വിടുവിക്കുന്ന ദൈവമാരുമില്ല. ദാനിയേലിന്റെ ദൈവം പോലെ സിംഹക്കൂട്ടിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമില്ല. പല രാജാക്കന്മാരുടെ കാലത്ത് ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. കാരണം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവൻ. രക്ഷിക്കപ്പെട്ട ദൈവസഭയെ അറിയണം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ എല്ലാവരുടെ മേലും ഇറങ്ങി. ദാനിയേലിന്റെ കാലത്ത് ദാനിയേലിന് മാത്രം, മേശക് ശദ്രക്ക് അബേദ്നെഗോവിന് ഈ അഭിഷേകമില്ല. ഒരു കാലഘട്ടത്തിൽ 1 or 2 പേർക്ക്. മോശയെല്ലാം ആഗ്രഹിച്ചു, എല്ലാവരും പ്രവചിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് ദൈവസഭ മുഴുവനും കൃപകളാൽ നിറഞ്ഞ സഭയാണ്. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭയായി ഓരോ വ്യക്തികളും നിൽക്കാൻ ദൈവം നമ്മെ പുതിയ നിയമത്തിൻ്റെ തിരഞ്ഞെടുപ്പായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ദാനിയേലിൻ്റെ കാലത്തേക്കാൾ മികവുള്ള കാലമായി അഭിമാനത്തോടെ സ്തോത്രം ചെയ്യണം. ഈ സത്യങ്ങൾ അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ദാനിയേൽ അനേക രാജാക്കന്മാരുടെ കാലത്ത് ശുഭപ്പെട്ടിരുന്നു. അതുപോലെ ശുഭപ്പെട്ടിരിക്കുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഈ ആഴ്ചയുടെ ഒടുവിൽ നമ്മൾ കേട്ട വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാം. ഇത് കേട്ടത് നമ്മൾ ഇതിലുപരിയായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ്. അതായത് ദാനിയേലിനെ കുറിച്ചും പഴയ നിയമത്തിലെ മോശയും ജോസഫിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് ഹമ്പട അവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയാതെ അതിനേക്കാൾ വലിയത് ചെയ്യാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം ഒരു മകളും മകനും എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റാകും. നമ്മൾ ശേഷം മനുഷ്യരെ പോലെ മരിക്കും, ശേഷം മനുഷ്യരെ പോലെ ജീവിച്ചു തീരും, പിന്മാറ്റത്തിലാകും, ദൈവകൃപയിൽ നിൽക്കാൻ കഴിയാതെ പോകും, മറുപടികൾ കാണാതെ അവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപകട ജീവിതമായി നമ്മുടെ ജീവിതം തീരും. എന്നാൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം എന്നെ പരമ വിളിക്കായി വിളിച്ചിരിക്കുന്നു, അത്ഭുതങ്ങൾക്കായി വിളിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർ അവരുടെ മക്കൾ, മകൻ, മകൾ എന്ന പദവിയിലേക്ക് കുതിച്ചുയരട്ടെ. ദാനിയേലിനേക്കാൾ പ്രകാശവും ബുദ്ധിയും വിശേഷ ദൈവാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഈ ജനം ആ കാലത്തുള്ള ദാനിയേലിനേക്കാൾ രാജാക്കന്മാരെ പോലും അതിശയിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമായി എഴുന്നേറ്റ് വരട്ടെ. ഇവരിലുള്ള സാധ്യതകളെ ദൈവസന്നിധിയിൽ ഇരുന്ന് വചനത്തിലൂടെ കണ്ടുപിടിച്ച് അതുമായി യേശുവിൻ നാമത്തിൽ ഈ മക്കൾ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ. എല്ലാ സിംഹക്കൂടുകൾക്കകത്തു നിന്നും കയറി വരട്ടെ. എല്ലാ തീജ്വാലകൾക്കകത്തു നിന്നും ഇവർ വെളിയിൽ വരട്ടെ. ഇവർക്ക് വെച്ചിരിക്കുന്ന ഉയർച്ചകൾ, സ്ഥാനമാനങ്ങൾ ആര് നിന്ദിച്ചുവോ, ആര് നശിപ്പിക്കാൻ നോക്കിയോ അവർ തന്നെ ഇവരെ പ്രശംസിക്കുന്ന തലത്തിൽ ഉയർച്ചകൾ പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, വിടുതലുകൾ പ്രാപിക്കുക, ഉയർച്ച തന്നെ പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ. തിരുവെഴുത്തുകളെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഈ വചനങ്ങൾക്ക് മാറ്റമില്ല. ഈ വചനങ്ങൾ ആരുദ്ധരിക്കുന്നുവോ അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വരുന്ന ദിവസം ഞായറാഴ്ച രാവിലെ 8 മണിക്ക് അനുഗ്രഹീതമായ ഒരു സഭായോഗം നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ. മാത്രമല്ല ഈ മിനിസ്ട്രിയെ കൈത്താങ്ങൽ തരുവാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങളുടെ ഒരു വിഹിതം, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു വിഹിതം ഈ മിനിസ്ട്രിയിലെ ഉയർച്ചകൾക്കായി അയച്ചു തന്ന് നിങ്ങൾക്ക് ഞങ്ങളെ കൈത്താങ്ങൽ തരാൻ കഴിയും. ഈ ശുശ്രൂഷ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വരവരെ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാക്കി നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ ഞായറാഴ്ച സഭായോഗത്തിൽ ഒരുമിച്ച് കൂടാം. വരാൻ കഴിയാത്തവർക്ക് സൂമിൽ പങ്കെടുക്കാം. അടുത്തയാഴ്ചയും ജീസസ് എവരിഡേ എന്ന ഈ അനുഗ്രഹീത പ്രോഗ്രാം നിങ്ങൾക്കായി തുടരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.